നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും വിജയം കൈവരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ ഒരു കാര്യമാണ് ഫോക്കസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ വിജയവും പരാജയവും ഇരിക്കുന്നത്. ഇന്ന് വിജയിച്ചവരിൽ നിന്നും പരാജിതരെ വേർതിരിച്ച് നിർത്തുന്നത് ഈ ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ ഒന്നിൽ ഫോക്കസ് ചെയ്യുന്നു, നമ്മളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിൽ വിജയിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിവില്ലാത്തവരാണ് പരാജിതരാകുന്നത്. നമ്മൾ സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ ഒരു സംഭവത്തെ, അതായത് ഫോക്കസ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, നമ്മളെ കരിയറിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ വിജയം വിജയം നിർണ്ണയിക്കുന്നത്. നമ്മൾ ഒരു കാര്യത്തിൽ 100% ഫോക്കസ് ആവുക, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ആ വർത്തമാന കാലഘട്ടത്തിൽ പിടിച്ചു നിർത്താനുള്ള, നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ്, അതാണ് നമ്മൾ ഫോക്കസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫോക്കസ് തന്നെ 2 തരത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരേ സമയത്ത് തന്നെ പല വർക്കുകളിൽ ഏർപ്പെടുക. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിലെ ഒരു സ്ത്രീ ആണെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുക. അപ്പോൾ അടുക്കളയിലാണ്, കുക്ക് ചെയ്യാണെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശ ചൂടാണെങ്കിൽ അവരൊരു ദോശ ചൂടാതെ ചട്ടിയിൽ വെച്ചിട്ട് അത് അങ്ങനെ അവിടെ ഒഴിച്ചേക്കും. അതോടൊപ്പം അവരവിടെ പാത്രം കഴുകുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ആ 3 കാര്യങ്ങൾ അപ്പം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി ചിലപ്പോൾ അവരുടെ ചിന്തയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് നമുക്കൊരു ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനോ അതിൽ മികച്ചതാവാനോ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ പല കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ബ്രെയിനിനെ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് അതിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ പ്രഷർ കൊടുക്കുകയാണ് നമ്മൾ ബ്രെയിനിന്. അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഏകാഗ്രത എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ലാതായി പോവുകയാണ്. നമ്മളെല്ലാ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് വിജയിക്കാൻ കഴിയില്ല. എന്നാൽ ഡയറക്റ്റ് ഫോക്കസ് ചെയ്യുന്നത്, രണ്ടാമത്തേതാണ് ഡയറക്റ്റ് ഫോക്കസ്. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും കൂടിയിട്ട് ഡയറക്റ്റ് ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുക. അതാണ് വിജയികൾ ചെയ്യുന്ന കാര്യം. ഏതെങ്കിലും ഒരു കാര്യം എടുക്കും, എന്നിട്ട് ആ കാര്യത്തിൽ മാത്രം 100% അവരതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാത്രം അതായത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ആ ഒന്നിൽ മാത്രം ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് പല പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും അപമാനങ്ങളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ മറികടന്ന് അതിലേക്ക് നമ്മൾ ആ മനസ്സിനെ അങ്ങോട്ട് കൊടുന്ന് നമ്മളുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡയറക്റ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയും. അതിന് നമുക്ക് നല്ല മാനസികമായ ഏകാഗ്രത, അതിന് നമുക്ക് നല്ല ശക്തി വേണം. അതായത് നമ്മളെ മനസ്സിൽ പല പല ചിന്തകൾ ഒക്കെ വരുന്നതാണ്. പക്ഷേ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്കതിലേക്ക് കൊടുന്ന് നിർത്തണമെങ്കിൽ അത്രയധികം മനസ്സിനെ ശാന്തമായി നിർത്താനുള്ള ആ ഒരു പവർ നമുക്ക് വരണം. അതിന് നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഭക്ഷണശൈലികൾ, നമ്മുടെ ജീവിതശൈലികളൊക്കെ നമ്മളുടെ ആരോഗ്യത്തെ, ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും ഒക്കെ ബാധിച്ചിരിക്കുകയാണ്. നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മളുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണ രീതി, നമ്മൾ ഈ വിഷാംശം കലർന്ന ഭക്ഷണങ്ങളാണ് ഇപ്പോൾ അധികം കഴിക്കുന്നത്. പണ്ടത്തെ പോലത്തെ ഭക്ഷണങ്ങളല്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആരോഗ്യത്തെ അത്രയധികം ബാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല. അതോടൊപ്പം നമ്മൾ ഇന്നത്തെ ഈ മൊബൈൽ വന്നതോടുകൂടി ഉറക്കം നഷ്ടപ്പെട്ട ആൾക്കാരാണല്ലേ. രാത്രിയൊക്കെ എത്രയോ നേരം മൊബൈൽ നോക്കിയിരുന്നിട്ട് നമ്മളങ്ങനെ ഉറക്കമില്ലാത്തൊരു രാത്രികളായിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ഏകാഗ്രതമായ മനസ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്തിനേലും ഒന്നിൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ളൊരു മനസ്സും ആരോഗ്യമുള്ളൊരു ശരീരമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കതിൽ പറ്റുള്ളൂ. അതായത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് നല്ലവണ്ണം ഉറങ്ങണം, നല്ല ശാന്തമായി ഉറങ്ങാൻ കഴിയണം. ഒരു 8 മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ എത്ര മണിക്കൂറായിട്ട് നമുക്കത് ശാന്തമായി ഉറങ്ങാൻ കഴിയുക. നമ്മുടെ നല്ല ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുക. ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കി നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തിന് നോക്കുക. ഒപ്പം നമ്മൾ നല്ലോണം വ്യായാമം ചെയ്യുക, നല്ലോണം വെള്ളം കുടിക്കുക. നമ്മൾ ആരോഗ്യത്തെ നോക്കിക്കഴിഞ്ഞെങ്കിലല്ലേ നമുക്ക് ആരോഗ്യമുള്ള മനസ്സിലേക്കല്ലേ ആരോഗ്യമുള്ള ശരീരത്തിലേക്കല്ലേ ഒരു മനസ്സിനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. പിന്നെ നമുക്ക് മനസ്സിന് എന്താ ചെയ്യാൻ കഴിയുക? ധ്യാനം. നമ്മളുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളുടെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമ്മളുടെ
നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മളെ മനസ്സിനെ നമുക്കവിടെ പിടിച്ചു നിർത്താനുള്ള ആ കഴിവിലേക്ക് നമ്മൾ എത്തിയെങ്കിലാണ് നമുക്ക് കറക്റ്റായി ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് നമ്മൾ അത്രയധികം എന്താ പറയുക വലിയ എഫേർട്ടൊന്നും അല്ല, എങ്കിലും നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എഫേർട്ടായിട്ട് തോന്നുന്നേ ഉള്ളൂ. നമ്മൾ അതിനോട് ഇഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലാണ് നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഏതാണോ നമ്മുടെ ലക്ഷ്യം അതിലേക്ക് നമുക്ക് ചെല്ലാൻ അല്ലെങ്കിൽ എത്തിപ്പെടാനും കഴിയുള്ളൂ. അതുപോലെ നമ്മൾ ഒരുപാട് എന്താ പറയുക ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. ഒരേ നിർത്താതെ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ പണി ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ടയേർഡാവുകയാണ് ചെയ്യുക. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. നമ്മൾ ഓരോ എന്ത് വർക്കാണെങ്കിലും നമ്മൾ 1 മണിക്കൂർ ഒരു വർക്ക് തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ടുകൂടി നമ്മൾ വേഗം ഓടിപ്പോയിട്ട് മൊബൈൽ നോക്കിയിട്ട് സോഷ്യൽ മീഡിയാസ് കണ്ടിട്ട് അതല്ല ബ്രേക്ക് എടുക്കൽ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മൾ ഫുൾ ഒരു റിലാക്സ് കൊടുക്കാൻ കഴിയണം. അത് നമ്മൾ വെറുതെ കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ബ്രീത്തിങ്ങിൽ അതിനെയാണ്. അപ്പോൾ അതൊക്കെ മെഡിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വേണ്ട. നമ്മൾ ആ കുറച്ച് നേരം സൈലൻ്റായിട്ടിരിക്കുക, അതാണ് നമ്മളുടെ റിലാക്സേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഊർജ്ജം കിട്ടി. അത് അങ്ങനെയൊക്കെ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരാൾ പറയുമ്പോൾ ചിലപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് അറിയില്ല. നമ്മളത് നമ്മൾ സ്വയം അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം അറിയുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഉയർച്ച നേട്ടം വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഫോക്കസ് ചെയ്യാൻ ശീലിക്കണം. ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും എന്താ പറയുക നല്ലൊരു മനസ്സ്, നല്ല ശരീരം, ആരോഗ്യമുള്ള ശരീരം അല്ലേ, നമുക്ക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു പവർ നമ്മുടെ മനസ്സിനെ ശീലിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിനെ ശീലിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയണം. അപ്പോഴാണ് നമുക്ക് ഫോക്കസ് ചെയ്ത് വിജയിക്കാൻ എന്തും നേടാനുള്ളൊരു കഴിവൊക്കെ കിട്ടുള്ളൂ. ഓക്കെ.